വിവാദ മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. മന്ത്രിസ്ഥാനത്ത് നിന്നും സജി ചെറിയാൻ രാജിവെച്ചിരുന്നു. പിന്നീട് പോലീസ് റഫർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് കീഴ്ക്കോടതി എഴുതി തള്ളി. ഇതോടെ മന്ത്രിയായി. ഇത്തരമൊരു കേസിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തുടരന്വേഷണത്തിനാണ് ഉത്തരവ്. ഇത് പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന സജി ചെറിയാന്റെ വാദം ഹൈക്കോടതി തള്ളുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തത് സാക്ഷിമൊഴികൾ പരിഗണിക്കാതെയെന്ന വാദത്തിൽ ദൃശ്യങ്ങളിലൂടെ സജി ചെറിയാന്റെ പ്രസ്താവന വ്യക്തമാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. വിവാദമായ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ സജി ചെറിയാനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ വിധി. അഭിഭാഷകനായ ബൈജു M. നോയൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത്. കുന്തം കുടച്ചക്രം എന്ന വാക്ക് ഉപയോഗിച്ചത് പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് സജി ചെറിയാൻ കേസ് അട്ടിമറിച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. പോലീസിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഭരണഘടനയെ അധിക്ഷേപിച്ചുവെന്നതിനെ പ്രത്യക്ഷത്തിൽ തെളിവുണ്ടെന്ന് ഹൈക്കോടതി പറയുന്നു. റഫർ റിപ്പോർട്ട് തിടുക്കത്തിലുള്ളതായി എന്നാൽ കോടതിയുടെ കണ്ടെത്തൽ. പ്രസംഗം വളച്ചൊടിച്ചുവെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പൊതുപ്രവർത്തകനാണ് താനെന്നുമാണ് സജി ചെറിയാന്റെ വിശദീകരണം. ഭരണഘടനയെ സംരക്ഷിക്കണമെന്നാണ് നിലപാട്. ഭരണഘടനാ മൂല്യങ്ങൾക്ക് ശാക്തീകരണം ആവശ്യമാണെന്നും അതാണ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതെന്നും അദ്ദേഹം നിലപാടെടുത്തിരുന്നു. എന്തായാലും കുന്തം കുടച്ചക്രം വാക്കുകൾ ഭരണഘടനയെ അപമാനിക്കുന്നത് തന്നെയാണ്. പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. റഫർ റിപ്പോർട്ട് കൊടുത്ത പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി രംഗത്തെത്തുകയായിരുന്നു. വിവാദ മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. ജസ്റ്റിസ് ബച്ചു കുര്യന്റേത് ഗുരുതര പരാമർശങ്ങളാണ്. ഭരണഘടനയെ അപമാനിക്കും വിധത്തിലുള്ള പ്രസംഗമാണ് സജി ചെറിയാൻ മല്ലപ്പള്ളിയിൽ വെച്ച് നടത്തിയത്. അതിനുശേഷം മന്ത്രിസ്ഥാനം നഷ്ടമാവുകയും പിന്നീട് വീണ്ടും തിരിച്ച് മന്ത്രിയാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇനിയും മന്ത്രിസ്ഥാനത്ത് സജി ചെറിയാന് തുടരാനാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ഇപ്പോൾ കോടതി രംഗത്തെത്തിയിരിക്കുന്നത്.